ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് ദേവ ഉത്ഥാന ഏകാദശി അല്ലെങ്കിൽ പ്രബോധിനി ഏകാദശി ആണല്ലോ. മഹാവിഷ്ണു ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണരുന്ന ദിവസമായിട്ടാണ് ഈ ദിവസത്തെ കരുതപ്പെടുന്നത്. ഇന്നത്തെ ഏകാദശി വ്രതത്തിൻ്റെ ആ മാഹാത്മ്യ കഥ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനെ ഉപദേശിച്ചു കൊടുക്കുന്നത് നമുക്കിന്നൊന്ന് കേൾക്കാം. എല്ലാ ഏകാദശി വ്രത കഥകളും ഏകാദശി ദിവസം കേൾക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ആ ദിവസം നമ്മൾ ആ വ്രത കഥ അറിയാമെങ്കിലും അത് വീണ്ടും കേൾക്കണം ഏകാദശി ദിവസം. അപ്പോഴാണ് ആ ഏകാദശിയുടെ മാഹാത്മ്യം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നത്, അതിൻ്റെ മഹിമ, അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ സനാതനധർമ്മം മാത്രം നിലനിന്നിരുന്ന ഒരു അഖണ്ഡമായ ഒരു ഭൂമിയായിരുന്നു ഭാരതദേശം. ഇവിടെ ഭരിച്ചിരുന്നവരെല്ലാം സത്യധർമ്മ നീതി ആത്മീയ ബോധത്തിൽ ജീവിക്കുന്ന രാജാക്കന്മാരും അവർ നയിക്കുന്ന പ്രജകളും അങ്ങനെ തന്നെ സന്മാർഗികളായി ധർമ്മബോധത്തോടെ ജീവിക്കുന്നവരായിരുന്നു. ശുദ്ധിയും ഭക്തിയും ദയയും ദാനധർമാദികളും ഒക്കെയായി ജീവിക്കുന്ന രാജാക്കന്മാർ അവരുടെ പ്രജകളെയും അതുതന്നെ പാലിപ്പിക്കുവാൻ അവർ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഏകാദശി വ്രതം എല്ലാ രാജാക്കന്മാരും, നമ്മുടെ ഈ ഭാരതഖണ്ഡം ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. സത്യയുഗം, ആദ്യത്തെ യുഗമായ സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗം മുതൽ ഇങ്ങോട്ടുള്ള രാജാക്കന്മാർ അത് നിർബന്ധമായും ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുകയും തങ്ങൾക്കും മാത്രമല്ല തങ്ങളുടെ പ്രജകൾക്കും അതിൻ്റെ ഗുണം ലഭിക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യം മുഴുവൻ വിളംബരം ചെയ്ത് ഏകാദശി ദിവസം മുൻകൂട്ടി അറിയിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവ്, വളരെ ചെറുപ്പമായ രാജാവാണ്, എല്ലാ സൗഭാഗ്യങ്ങളോടെയും ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ യാത്ര, തൻ്റെ രാജ്യത്തെ ജനങ്ങളെയൊക്കെ ഒന്ന് കണ്ടുകേട്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു യാത്ര ആരംഭിക്കുകയാണ്. അദ്ദേഹം എല്ലാ ഏകാദശികളും കൃത്യമായിട്ടെടുക്കും, ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കും. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ആ സമയത്ത് മത്സ്യമാംസാദികളോ ഭക്ഷണശാലകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തുകയില്ല ഏകാദശി ദിവസങ്ങളിലൊന്നും. അപ്പോൾ ദശമി ദിവസം, ഏകാദശി, ദ്വാദശി ഈ ദിവസങ്ങളൊക്കെ വളരെ പവിത്രമായിട്ട് ജനങ്ങളും പ്രജകളും രാജാവുമായി ബന്ധപ്പെട്ടവരും എല്ലാവരും ആചരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു യാത്ര നടത്തുകയാണ്. സഞ്ചാരം, രാജ്യത്തൂടെ ഇങ്ങനൊരു സഞ്ചാരം നടത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭക്തി അല്ലെങ്കിൽ ഏകാദശി വ്രതത്തോടുള്ള നിഷ്ഠ അത് എത്ര ഉണ്ടെന്നറിയുവാൻ വേണ്ടി ശ്രീ മഹാവിഷ്ണു ഭഗവാനാണല്ലോ ഏകാദശി വ്രതത്തിന് നമുക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പുണ്യങ്ങളും നന്മകളും എല്ലാം തരുന്നത്. നമ്മുടെ പാപകർമ്മങ്ങളെയെല്ലാം നമ്മൾ എല്ലാവരും പറയും, പാപം തീർക്കുവാൻ എന്താണ് പരിഹാരം? പാപങ്ങൾ, നമ്മൾ എത്ര ക്ഷേത്ര ദർശനം നടത്തിയാലും എത്ര വഴിപാടുകൾ കഴിച്ചാലും നമ്മുടെ പാപം തീർക്കാൻ വേണ്ടിയിട്ട് ജ്യോതിഷ രത്നങ്ങളുടെ അടുക്കൽ ചെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മുടെ പാപകർമ്മങ്ങൾ പിന്നെയും ബാക്കി കിടക്കുന്നത് കൊണ്ടാണല്ലോ നാം പിന്നെയും ദുഃഖദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നത്. പാപം തീർക്കാൻ ഈ പറയുന്ന കർമ്മങ്ങൾക്കൊന്നും കഴിയില്ല. പിന്നെയോ ഏകാദശി വ്രതം എടുക്കുമ്പോൾ മാത്രമാണ് ജന്മാന്തര പാപങ്ങൾ നീങ്ങുകയും പുണ്യങ്ങളുടെ വർധനവുണ്ടായി വരുന്ന പുനർജന്മങ്ങളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് നന്മയുടെ അല്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ പുണ്യത്തിൻ്റെ നിറവ് ഉണ്ടാകുകയും ചെയ്യുന്നത്. ഭഗവാന് മാത്രമേ ചുരുക്കത്തിൽ നമ്മുടെ പാപകർമ്മങ്ങൾ തീർക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സാരം. ഭഗവാന് തീർക്കാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ഭഗവാന് വേണ്ടി ഒരു മാസത്തിൽ 2 ദിവസമെങ്കിലും വ്രതാചരണത്തിൽ ഇരുന്ന് നമ്മുടെ മനസ്സിനും ആ ഭക്തിയുടെ വർധനവിനും നമ്മുടെ ബോധത്തെ ഉയർത്തുവാനും ഒക്കെയുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം. ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും
നമ്മുടെ ബോധത്തിനും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വർണ്ണനാതീതമാണ്. അത് എടുക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ രാജാവും അദ്ദേഹത്തിൻ്റെ പ്രജകളും അങ്ങനെ ഏകാദശി കഠിനമായി ആചരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഏകാദശി വ്രതം, ഭഗവാനോടുള്ള ഭക്തി, അതിൻ്റെ നിഷ്ഠയെക്കുറിച്ച് അറിയുവാൻ വേണ്ടി ശ്രീ മഹാവിഷ്ണു ഭഗവാൻ തന്നെ ഒരു പെൺകുട്ടിയുടെ, ഒരു സുന്ദരിയുടെ രൂപം ധരിച്ചുകൊണ്ട് ഇദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിയരികിൽ പോയി ഒരു നിരാലംബയെ പോലെ ഇങ്ങനെ ഇരുന്നു. ഇദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. രാജകീയ ആഡംബരങ്ങളോടുകൂടി ഇങ്ങനെ രഥത്തിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിയരികിൽ വളരെ മോഹിപ്പിക്കുന്ന അംഗങ്ങളോടുകൂടിയ ഒരു ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ദേവകന്യകയെ പോലെ ഒരു സുന്ദരി. പ്രത്യേകിച്ച് രാജാക്കന്മാർക്ക് സാധാരണ പെൺകുട്ടികളെ കണ്ടാൽ അവരുടെ മനസ്സിന് ഇണങ്ങുകയില്ലല്ലോ. അപ്പോൾ ആ രാജാവിനെ മോഹിപ്പിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഹൃദയം കവരുന്ന അംഗലാവണ്യത്തോടു കൂടി അദ്ദേഹത്തിൽ മോഹം കോരിയിടുന്ന വിധത്തിലുള്ള മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഗാത്രത്തോടു കൂടി ഒരു പെൺകുട്ടിയായി ഭഗവാൻ വിഷ്ണു മാറി വഴിയരികിൽ നിരാലംബയെപ്പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാജാവ് അവിടെ തൻ്റെ രഥമൊക്കെ നിർത്തിയിട്ട് ചോദിച്ചു, അല്ലയോ പെൺകുട്ടി, നീ ആരാണ്? നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാജാവിന് അതിശയം, തൻ്റെ രാജ്യത്ത് ഒരു നിരാലംബയെ, ഇത്ര സൗന്ദര്യമുള്ളൊരു പെൺകുട്ടി വന്ന് ആരും ആശ്രയമില്ലാതിരിക്കുന്നു എന്നൊരു സംശയം. അപ്പോൾ പറഞ്ഞു, എനിക്ക് ആരും ആശ്രയമില്ല, ഞാനൊരു അനാഥയാണ്, എനിക്ക് പോകാൻ എങ്ങും ഇടമില്ല, ഞാൻ വിഷമിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നോർത്ത് എന്നിങ്ങനെ വളരെ വിനയത്തോടുകൂടി ഈ പെൺകുട്ടി പറഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു മോഹം, ഈ കുട്ടിയെ ഇവിടെ ഉപേക്ഷിച്ചു പോയാൽ അവൾ എവിടെയെങ്കിലും എങ്ങനെയായിരിക്കും ഇവളുടെ ജീവിതം? ഇവൾ എൻ്റെ മനസ്സിൽ വല്ലാതെ എൻ്റെ മനസ്സിനെ മോഹിപ്പിക്കുന്നു. രാജാവ് കുറച്ചു നേരം ആലോചിച്ചു, ഇവളെ സ്വന്തമാക്കിയാലോ? രാജാവിന് പട്ടമഹിഷിയുണ്ട്, അതിലൊരു മകനുമുണ്ട്. എങ്കിലും ഇത്രയും സുന്ദരിയായ പെൺകുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകാൻ രാജാവിന് കഴിയുന്നില്ല. അപ്പോൾ രാജാവ് ചോദിക്കുന്നു, നിന്നെ ഞാൻ കൊണ്ടുപോകട്ടെ, എൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകട്ടെ, എൻ്റെ ധർമ്മപത്നിയായി മാറ്റട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അതിലൊക്കെ എനിക്ക് സന്തോഷമാണ്, പക്ഷേ എനിക്കൊരു വ്യവസ്ഥയുണ്ട്. ഞാൻ അങ്ങയുടേതായി മാറിക്കഴിഞ്ഞാൽ അങ്ങയുടെ എല്ലാ കാര്യങ്ങളും, രാജ്യഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എൻ്റെ കൂടി ഒരു തീരുമാനം ഉണ്ടാവണം, എൻ്റെ കൈകടത്തലുകൾ കൂടി അതിലുണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങയുടെ കൂടെ വരൂ. ഇല്ലെങ്കിൽ ഞാൻ വെറും കൊട്ടാരത്തിലെ ഒരു ദാസിയം പോലെ ജീവിക്കേണ്ടി വരില്ല, അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഈ വ്യവസ്ഥ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രം എന്നെ സ്വന്തമാക്കിയാൽ മതി. അപ്പോൾ രാജാവിൻ്റെ ഉള്ളിൽ മഹാമായ പ്രവർത്തിക്കുകയാണ് മോഹം. ആ മോഹത്തിലേക്ക് നാം ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അത് സ്വന്തമാക്കാൻ, മോഹം, ആഗ്രഹം, ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാനം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ആഗ്രഹം കടന്നു വരുന്നത് ദേവിയുടെ ഒരു മായാഭ്രമത്തിൽ, ഈ മായാലോകത്തിൽ, ഭൂമി തന്നെ ദേവിയുടെ ഒരു സൃഷ്ടിയല്ലേ, മായിക പ്രപഞ്ചം. ആ മായയുടെ ഒരു ശക്തി അവിടെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ആഗ്രഹിച്ചത് സ്വന്തമാക്കുവാൻ വേണ്ടി ആ കുട്ടി പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് രാജാവ് അവളെ സ്വന്തമാക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നു. കൊട്ടാരത്തിൽ വന്ന ശേഷം അവളുടെ ആ നിഷ്കളങ്കമായ നിർമ്മലമായിട്ടുള്ള ആ സ്വഭാവമൊക്കെ മാറി അവൾ യഥാർത്ഥത്തിൽ ഭരണത്തിൻ്റെ ചക്രം അവളുടെ കൈകളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലൂടെ വരുന്നു. അങ്ങനെ ഏകദേശം രാജാവിനെ ഭ്രമിപ്പിച്ച് എല്ലാ കാര്യങ്ങളും, രാജാവിൻ്റെ കാര്യങ്ങളിലെല്ലാം കൈകടത്തുകയും രാജ്യകാര്യങ്ങളിൽ ഇടപെടുകയും എല്ലായിടവും തൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തതിന് ശേഷം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഏകാദശി ആഗതമായി. അപ്പോൾ ഏകാദശി ദിവസം രാജ്യത്ത് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പാടില്ല, എല്ലാവരും ഭക്തി പുരസ്സര ഏകാദശി അനുഷ്ഠിക്കണമെന്ന നിർബന്ധം രാജാവിനുണ്ടായിരുന്നു. എന്നാൽ ഈ രാജകുമാരിയായി വന്ന ഈ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ഭക്ഷണ
കൊടുക്കുന്ന സ്ഥലങ്ങളും ഭക്ഷണശാലകളും തുറന്നു പ്രവർത്തിക്കുകയും എല്ലായിടവും മാംസാദികൾ ഉപയോഗിക്കുവാൻ അനുവാദം കൊടുക്കുകയും സ്വന്തം കൊട്ടാരത്തിലും ഇതൊക്കെ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ രാജാവ് വളരെ ദുഃഖത്തോടുകൂടി വേദനയോടുകൂടി പറയുകയാണ്, ഇത് ഏകാദശി ദിവസങ്ങളാണ്, ഏകാദശി ദിവസം ഇതൊന്നും ഇവിടെ പാടില്ല, ഇതെല്ലാം ഞാൻ നിർത്തലാക്കിയിരിക്കുകയും നമ്മുടെ പ്രജകൾ പോലും ഇതൊന്നും ഉപയോഗിക്കുകയുമില്ല. അങ്ങനെ ഒരു ചിട്ടയിലാണ് ദേവി ഞാൻ ഈ പ്രജകളെയും രാജ്യത്തെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ദേവിയായി ഇതൊന്നും മാറ്റിമറിക്കല്ലേ, ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം നഷ്ടപ്പെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കിയിട്ടും ഈ പെൺകുട്ടിക്ക് യാതൊരു ചലനവും ഇല്ല. അവൾ പറയുകയാണ്, അങ്ങും ഈ ഭക്ഷണം ഉപയോഗിക്കണം എന്ന്, ഏകാദശി ദിവസമാണെങ്കിലും ഈ ആഹാരം അങ്ങും കഴിക്കണം എന്ന് പറയുകയാണ്. രാജാവ് വല്ലാത്ത വിഷമത്തിലകപ്പെട്ടു. താൻ ആഗ്രഹിച്ചു പോയ ആ നിമിഷത്തെ, ഇവളെക്കുറിച്ച് ആഗ്രഹിച്ചല്ലോ, അപ്പോൾ അത് തൻ്റെ എല്ലാവിധമായിട്ടുള്ള ആ ആത്മീയമായ ഉയർച്ചയും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയും തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ ആ പരിശുദ്ധിയും ഒക്കെ നഷ്ടപ്പെടുവാൻ തന്നിലേക്ക് മോഹം കടന്നു വന്നത്, മായ കടന്നു വന്നത് കൊണ്ടാണല്ലോ എന്നൊക്കെ ഓർത്ത് രാജാവ് വല്ലാതെ പശ്ചാത്തപിച്ചു. ഒരു നിമിഷത്തെ ഒരു സ്ത്രീയോടുള്ള മോഹം എൻ്റെ ഉള്ളിൽ ഉണ്ടായത് കാരണം വർഷങ്ങളായി ഞാൻ കൊണ്ടുവന്ന ആ തപചര്യകൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം ഒരു രാജ്യത്ത് തന്നെ ജനങ്ങൾക്ക് പോലും മാറ്റം ഉണ്ടാവുകയാണല്ലോ, ഇങ്ങനെ എൻ്റെ ഒരു അബദ്ധമായിട്ടുള്ള തീരുമാനം കൊണ്ട് എന്നൊക്കെ രാജാവ് പശ്ചാത്തപിക്കുകയാണ്. അപ്പോൾ രാജാവ് മാംസാഹാരം ഒന്നും കഴിക്കാൻ തയ്യാറാകാതെ ഇരുന്നപ്പോൾ, അങ്ങിത് കഴിച്ചില്ലെങ്കിൽ അങ്ങയുടെ മകനെ ഞാൻ കൊല്ലും എന്ന് ഈ പെൺകുട്ടി പറയുകയാണ്. അപ്പോൾ രാജാവിന് തൻ്റെ പട്ടമഹിഷിയിൽ മകനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് രാജാവ് വല്ലാതെ തൻ്റെ മകനെ കൊല്ലുമെന്ന് കേട്ടപ്പോൾ രാജാവിന് വല്ലാത്ത വിഷമം. രാജാവ് തൻ്റെ അതായത് താൻ വിവാഹം കഴിച്ച് പട്ടമഹിഷിയായി കരുതുന്ന തൻ്റെ ഭാര്യയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ഈ ധർമ്മസങ്കടത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ രാജാവിൻ്റെ പത്നി പറയുന്നു, അങ്ങ് ഒരു കാരണവശാലും വിഷമിക്കണ്ട, അങ്ങ് എടുത്ത തീരുമാനം തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങ് അതേ തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകണം ജീവിതം. ഒരിക്കലും ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് അങ്ങയുടെ തപചര്യ നഷ്ടപ്പെടുത്തുകയോ അങ്ങ് രാജ്യത്ത് നടപ്പിലാക്കിയ ജനങ്ങൾ പിന്തുടരുന്ന ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യം നഷ്ടപ്പെടുത്തുവാനോ പാടില്ല. ഒരിക്കലും ഇത് അനുവദിക്കരുത്. നമ്മുടെ മകനെ കൊല്ലുമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലട്ടെ. നാം വ്രതമെടുക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മൾ ഈ അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും നടത്തുന്നത് സാക്ഷാൽ ഭഗവാന് വേണ്ടിയല്ലേ. അപ്പോൾ ഭഗവാന്റെ കാര്യം തെറ്റിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ മകനെ അത് തെറ്റിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ മകനെ കൊല്ലും എന്ന് പറയുന്നെങ്കിൽ നമ്മുടെ മകനെ അവൾ കൊന്നുകൊള്ളട്ടെ, അതും ഭഗവാന് വേണ്ടിയല്ലേ, അതിൽ നമുക്ക് സന്തോഷിക്കാം എന്ന് പറഞ്ഞ് അങ്ങ് ഒരു കാരണവശാലും ആ വാക്കുകൾക്ക് കീഴടങ്ങരുതെന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് ആ പട്ടമഹിഷി. അപ്പോൾ ആ സ്ത്രീയുടെ സംസാരമാണ് ആ രാജാവിനെ ധർമ്മബോധത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. ഒന്നിനും വേണ്ടി, ഒരു ആഗ്രഹത്തിനും വേണ്ടി, ഒരു മോഹത്തിനും വേണ്ടി, അല്ലെങ്കിൽ ഒരു ഭീഷണിക്കും വേണ്ടി, ഒരു മാനസിക ചാഞ്ചാട്ടത്തിനും വേണ്ടി ഏകാദശിയെ ഇല്ലാതാക്കരുത്. ആ വ്രതത്തിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ നാം പിന്തുടരുന്ന ആചരണം ഇല്ലാതാക്കരുതെന്നല്ലേ ആ വാക്കിൻ്റെ അർത്ഥം. മരണം സംഭവിച്ചോട്ടെ, എന്നാലും അത് ഭഗവാന് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഒരു രക്ഷ ഭഗവാൻ തരും. അതാണ് ഉറച്ച വിശ്വാസം. ആ സമർപ്പണം, ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇത് എടുക്കുന്നത്, അവരാണ് എന്നെ രക്ഷിക്കുന്ന ആള്. പിന്നെ എനിക്ക് മരണം സംഭവിച്ചാലല്ല, എൻ്റെ മകൻ മരിച്ചാലെന്താ, എൻ്റെ രാജ്യം നഷ്ടപ്പെട്ടാലെന്താ, എനിക്കതിലൊന്നും ഒരു വിഷയമില്ല. എനിക്ക് ഏറ്റവും വേണ്ടത് ഈ രാജ്യവും മകനെയും ഭാര്യയെയും പ്രജകളെയും ഒക്കെ തന്ന എൻ്റെ ഭഗവാനെയാണ്. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വീണ്ടും ഉണ്ടാകും എന്നുള്ള ഉറച്ച തീരുമാനം. ഇത് ധാരാളം ഏകാദശിയുടെ വ്രതകഥകൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൂട്ടത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ധാരാളം ആവർത്തിച്ചിട്ടുണ്ട്. ഭക്തൻ ഭഗവാനിൽ അടിയുറച്ച് നിന്നു കഴിഞ്ഞാൽ ഭക്തന് വേണ്ടതെല്ലാം ഭഗവാൻ കൊടുത്തുകൊണ്ടിരിക്കും.
രാജാ ഹരിശ്ചന്ദ്രന്റെ ജീവിതം തന്നെ അതിന് ഉദാഹരണമല്ലേ? അങ്ങനെ എത്രയെത്ര ഭാരതത്തിൽ ശ്രേഷ്ഠരായിട്ടുള്ള രാജാക്കന്മാർ ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ച് ഭഗവാന്റെ കാരുണ്യത്തിൽ, ഭഗവാന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഭക്തൻ എത്രമാത്രം തന്നോട് അടുപ്പമുണ്ടെന്നറിയാൻ വേണ്ടി ഭഗവാൻ തരുന്ന പരീക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും. അപ്പോൾ ആ പ്രശ്നം വരുമ്പോൾ ഭഗവാനെ തന്നെ ശരണാഗതി അടയുകയാണ്, കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഭഗവാനിൽ നിന്ന് ഓടിപ്പോവുകയല്ല. ഭഗവാൻ എനിക്ക് ഈ പ്രശ്നങ്ങളും ഈ വിഷമങ്ങളും തന്നല്ലോ, ഇത് ഞാൻ ഇത്രയും ഭഗവാനെ വിളിച്ചിട്ടും അല്ലെങ്കിൽ ഇത്ര അടുപ്പം ഭഗവാനുമായിട്ടുണ്ടായിട്ടും എന്നെ ഒന്ന് രക്ഷിക്കാൻ എൻ്റെ ഭഗവാൻ കൂട്ടാക്കുന്നില്ലല്ലോ എന്ന് കരുതി ഭഗവാനെ പുറന്തള്ളിയിട്ട് നാം പോവുകയല്ല. ആ വിഷമങ്ങൾ ഭഗവാനോട് തന്നെ പറഞ്ഞ്, ആ പ്രശ്നങ്ങൾ ഭഗവാന്റെ മുന്നിൽ തന്നെ അവതരിപ്പിച്ച്, നമുക്ക് വേറെ ഒരു ആശ്രയമില്ലെന്ന് ഭഗവാൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഭക്തനെ 2 കൈകൾ കൊണ്ടും ഭഗവാൻ കോരിയെടുക്കും. തൻ്റെ പാദത്തിൽ വീണ് കരയുന്ന ഭക്തൻ്റെ കണ്ണുനീർ തുടയ്ക്കും. അതാണ് നമ്മുടെ ഭഗവാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ ഈ നടന്നത്. അപ്പോൾ ഈ തൻ്റെ ധർമ്മപത്നിയുടെ ഉപദേശപ്രകാരം രാജാവ് ഈ രാജകുമാരിയോട്, ഇപ്പോഴത്തെ ഭാര്യയോട് വീണ്ടും വന്ന് പറയുന്നു, തൻ്റെ മകനെ കൊല്ലും എങ്കിൽ നീ കൊന്നുള്ളൂ, എങ്കിലും ഞാൻ എൻ്റെ ധർമ്മം തെറ്റിക്കില്ല, എൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ മറികടക്കില്ല. എൻ്റെ രാജ്യത്ത് പ്രജകളും ഞാനും എല്ലാം ഏകാദശി വ്രതം അനുഷ്ഠിക്കുക തന്നെ ചെയ്യും. നിനക്ക് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മകനെ കൊല്ലുകയോ അല്ലെങ്കിൽ എന്നെ കൊല്ലുകയോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ. എന്നാലും എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഭഗവാന് വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മം തന്നെയാണ് എന്ന് പറയുന്ന അവസരത്തിൽ ആ സുന്ദരിയായ പെൺകുട്ടി സാക്ഷാൽ ഭഗവാനായി, ചതുർബാഹു സ്വരൂപനായ സാക്ഷാൽ നാരായണനായി മാറി ആ ഭക്തന് വേണ്ടുന്ന സർവ്വ അനുഗ്രഹങ്ങളും കൊടുത്ത് പരമമായ മോക്ഷപദപ്രാപ്തി കൊടുത്ത് നൂറ്റാണ്ടുകണക്കിന് രാജ്യം സർവ്വ ഐശ്വര്യങ്ങളോടുകൂടി ഭരിക്കുകയും അതിനവസാനം തിരിച്ച് വിഷ്ണു ലോകത്തിലേക്ക് എത്തുവാനുള്ള വരം കൊടുത്ത് അനുഗ്രഹിക്കുകയുമാണ്. തലമുറകളെയും ജന്മാന്തരങ്ങളെയും ഒക്കെ അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ അടിയുറച്ച ഭക്തിയും വിശ്വാസവും ഏതൊരു വ്യക്തിക്കുണ്ടോ അവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല. എപ്പോഴും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അനുഗ്രഹത്തിന് മുമ്പ് ഉള്ള ചില ചെറിയ പരീക്ഷണങ്ങളാണ് നമുക്ക് താങ്ങാൻ കഴിയത്തില്ല എന്ന് നമുക്ക് തോന്നുന്നത്. അതും താങ്ങാൻ കഴിയും. അതിനും ഭഗവാൻ ശക്തി തരും. അവിടവും ആ സമയവും കടന്നു പോകും. വീണ്ടും നമ്മൾ കൂടുതൽ പരീക്ഷണങ്ങളിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ദൃഢമായ മനസ്സോടുകൂടി ഉറച്ച ഭക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓരോ പരീക്ഷണവും ഓരോ ഭക്തനെയും ഉരുക്കി പുതിയ പുതിയ തലങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദേവ ഉത്ഥാന ഏകാദശി അല്ലെങ്കിൽ പ്രബോധിനി ഏകാദശിയുടെ കഥ കേൾക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഭഗവാൻ ഈ ദിവസം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട ഭക്തർക്കുണ്ടാകട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.